വണ്ടി പെരിന്തൽമണ്ണയ്ക്കാണ്. പക്ഷേ നമ്മൾ നിലമ്പൂരെത്തിയപ്പോൾ അങ്ങ് ചാടി ഇറങ്ങി. കാരണം കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മൊത്തം നിലമ്പൂരിനെ കുറിച്ചാണല്ലോ. അപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ രാഷ്ട്രീയം വരാൻ വന്നതാണ്. രാഷ്ട്രീയം വരാമെന്നല്ല, നമ്മൾ നമ്മളതായ വഴിക്ക് പോവുകയാണ്. കാരണം ഇനി കുറച്ച് ദിവസം തന്നെ നിലമ്പൂരിൽ നല്ല രുചികളും നല്ല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ടീമിൻ്റെ തീരുമാനം. അപ്പോൾ എന്തായാലും വിട്ടേക്കാം, വാ. നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നിൽ കാണുന്നത് നമ്മുടെ മനോജിൻ്റെ വർഷശാല എന്ന വലിയ ബോർഡാണ്. സ്വന്തമായി തന്നെ തൻ്റെ ഫോട്ടോയും വൈഫിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയൊക്കെയാണ് മനോജേട്ടൻ. ചേട്ടാ, എന്നോട് സുഖം തന്നെ? ഓ, സുഖം തന്നെ. ഓ, എന്തൊരു വേണം. ഇതെന്ത് പോത്താ? ഇത് പോത്ത്. ഇന്ന് വെള്ളിയാഴ്ചല്ലേ? ആ, അപ്പോൾ പോത്ത് ബിരിയാണി. പോത്ത് ബിരിയാണി. പിന്നെ നോർമലി ചിക്കൻ ബിരിയാണി എല്ലാ ദിവസവും ഉണ്ട്. പായസോ? പായസം ഊണ് പായസം എല്ലാ ദിവസവും ഉണ്ട്. ഇത് തലയെക്കെട്ട്? തലയെക്കെട്ട് നമ്മൾ റേഞ്ചിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റി ചെയ്യും തലക്കെട്ട്. ഈ തുടങ്ങിയ കാലം തൊട്ടേ കിട്ടും? ആ, പണ്ടുപോലെ ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോൾ തൊട്ടേ ഈ കെട്ടുണ്ട്. ഇതിപ്പോൾ എത്ര വർഷമായി? ഇതിപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട്. അതിന് മുമ്പായിട്ട് ഹോട്ടൽ ഫീൽഡിൽ വന്നപ്പോൾ തൊട്ട് കെട്ടുണ്ട്. നിലമ്പൂർ തന്നെയാണ് പ്രോപ്പർ ആദ്യം തൊട്ടേ കട? അതെ, ആദ്യം തൊട്ടേ കട. ഞാൻ ഏലൈറ്റിലും ചന്തകുന്ന് ന്യൂ സിറ്റിയിൽ യൂണിയൻ ഹോട്ടലായിരുന്നു സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് അങ്ങനെ വന്ന് ഏലൈറ്റിലെത്തിയോടുകൂടി ഞാൻ തലക്കെട്ട് വന്നത്. പിന്നെ ഈ തലയെ കെട്ടിയാൽ പിന്നെ റേഞ്ചായി, പിന്നെ അത് ഐഡന്റിറ്റി ആയി മാറി. ഒന്നൊരു കെട്ടി തരുന്നാല്. അപ്പൊ ഞാൻ എന്താ ഉണ്ടാക്കണ്ടേ? ബിരിയാണി ഉണ്ടാക്കണോ? ബിരിയാണിയൊക്കെ ഉണ്ടായിക്കോളൂ. ഏതായാലും ആണോ? ഇത് മാത്രമേ അറിയുള്ളൂ. പിന്നെ അല്ല, പിന്നെ വേറെന്തൊക്കെ ഐറ്റം നമുക്ക് ഭക്ഷണം രാവിലെ എപ്പോൾ തുറക്കും? രാവിലെ ഞങ്ങൾ ഒരു 6:30 സ്റ്റാർട്ട് ചെയ്യും. 6 ഇഡലി, പുട്ട്, വെള്ളപ്പം, നൂൽപുട്ട്, അതിലേക്കുള്ള ചില വെജ് കറികളും, പിന്നെ കുറച്ച് ഒരു 8 മണിയോട് നോൺ വെജും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഉച്ചയാകുമ്പോൾ ബിരിയാണിയിലേക്ക് കിടക്കും. ബിരിയാണി, ചോറ്, പിന്നെ ഒരു താറാവ് റോസ്റ്റ്, ഒരു മുയല്, ഒരു ബീഫ് അരട്ടിട്ടോ, ഒരു ലിവർ, ബീഫിൻ്റെ ലിവർ, ഒരു മട്ടൻ ചാപ്സും. അത് ദിവസത്തെ മെനു കാർഡ് ഇങ്ങനെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നെയ് റോസ്റ്റ്, മസാല ദോശ, ഊത്തപ്പം, ഓണിയൻ റോസ്റ്റ്, മുട്ട ദോശ, കൊത്തു പൊറോട്ട, നൂൽ പൊറോട്ട, കോയൻ പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട. ഇത് രാവിലത്തെ മെനു കാർഡാണ്. രാവിലെ ഒരു 8, 9, 10 മണി മാക്സിമം കിട്ടും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കളി മാറും. പിന്നെ പോത്ത് ബിരിയാണി, പോത്ത് ലിവർ വരട്ട്, പിന്നെ പോത്ത് വരട്ട്, പോത്ത് എല്ല് കറി, ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ വരട്ട്, മട്ടൻ ചാപ്സ്, നാടൻ ചോറും പപ്പായ കൂട്ടാനും. പപ്പായ കൂട്ടാൻ നമ്മൾ മലബാർ ഭാഗത്ത് കൂട്ടാന്ന് പറയാം. മട്ടൻ ചാപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലിവർ ഉണ്ട്, അതുപോലെ തന്നെ ബീഫ് ഉണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, മോയിലുണ്ട്. പിന്നെ സൈഡായിട്ട് എല്ലാം ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടെടുത്തിട്ട് കഴിക്കാം. നല്ല കറി, അടിപൊളി മീൻ കറി. മലബാർ സ്റ്റൈലിലെ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, അതിഗംഭീരം. അപ്പോൾ നിലമ്പൂർ സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാണ് മനോജൻ്റെ കട. മനോജൻ നിരവധി ഒട്ടുമിക്ക ആൾക്കാരും മനോജൻ്റെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. കാരണം ഇത്രയും 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ഉച്ച സമയം വന്നാൽ കുറച്ച് തിരക്കായിരിക്കും. കാരണം തിരക്കുണ്ട്, നല്ല തിരക്കാണ് താഴെയൊക്കെ. മേലെ ഇപ്പം കുറച്ച് ഡൈനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മേലെ അത്യാവശ്യം ഇവിടെ 10-30 പേർക്ക് ഇരിക്കുക, താഴെ ഇരിക്കുക. അയില, താങ്ക് യു. ചൂട്, സ്വയം ചൂടായില്ല. അപ്പോൾ നമ്മൾ മെല്ലെ കഴിച്ചു വിട്ടേക്കും. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഒക്കെ പോട്ടെ. ഓക്കെ, സുലാൻ.